മഹാനായ ഹുസൈമ റളിയല്ലാഹു അൻഹു പാപ്പരായി കഴിഞ്ഞപ്പോ അവിടുത്തെ ഗവർണർ ഭരണാധികാരിയായ ഇക്രിമ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് സഹായത്തിന്റെ കൈയുമായി വന്നിരിക്കുന്നു. 4000 ദിർഹമാണ് പടിവാതിലിക്കൽ കൊണ്ടുകൊടുക്കുന്നത്. മുഖം മറച്ചിട്ടുണ്ട്, ഇരുട്ടുള്ള രാത്രിയാണ്, പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആരാണിതെന്ന് പറയാതെ ഞാൻ വാങ്ങില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അന മുൻഖിദുൽ കിറാമി മിൻ ഗദരിൽ അയ്യാം, എന്റെ പേര് മുൻഖിദുൽ കിറാമി, മാന്യന്മാരെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ. മിൻ ഗദരിൽ അയ്യാം, ദിവസങ്ങളുടെ ചതിയിൽ നിന്ന്, പാവപ്പെട്ടവരെയല്ല, ദിവസങ്ങളുടെ ചതിയിൽ നിന്ന് മാന്യന്മാരെ കൈപിടിച്ചുയർത്തുന്നവനാണ് ഞാൻ. ആ ഒരു വാക്കും പറഞ്ഞ് കടന്നുകളഞ്ഞു ഇക്രിമ റളിയല്ലാഹു അൻഹു. അവരുടെ ഭാര്യയുണ്ട്, ഗവർണറുടെ ഭാര്യ. ആ രാത്രി മുഴുവനും വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കഴിഞ്ഞു. തന്റെ ഭർത്താവ് എവിടെ പോയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. വേഷം മാറി പോകുന്ന പോക്ക് കണ്ടപ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഖിന്നയായി സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ചോദിച്ചു, ഇക്രിമ തങ്ങൾ, എന്തേ നിങ്ങൾക്ക് സങ്കടം? അവര് പറഞ്ഞ വാക്ക്, ഒന്നുമല്ല, ഈ രാത്രി പാതിരാ നേരത്ത് എവിടേക്കാണ് പോകുന്നതെന്ന് പറയാതെ നിങ്ങൾ പോയത് എവിടേക്കാ? നിങ്ങൾ എന്തിനോട് പറയാതെ പോയി? രാത്രിയല്ലേ, അപകടം സംഭവിക്കില്ലേ? ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തില്ല. തന്റെ ഭാര്യ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഥ പറഞ്ഞു കൊടുത്തു. ഞാൻ ഹുസൈമയോട് പറഞ്ഞത് അന മുൻഖിദുൽ കിറാമി മിൻ ഗദരിൽ അയ്യാം, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. പിറ്റേന്ന് രാവിലെ ഹുസൈമ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല ആരാണ് കൊണ്ടുതന്നതെന്ന്, ആരാ തന്നെ സഹായിച്ചതെന്നറിയില്ല. രാവിലെ തന്റെ എല്ലാ കടവും വീട്ടുകയും കടക്കാർക്ക് കൊടുക്കാനുള്ളതെല്ലാം വീട്ടിക്കഴിഞ്ഞതിന്റെ ശേഷം വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്നു. ഒരൽപ്പം ആശ്വാസമായി. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, സ്ഥിതി മെച്ചപ്പെട്ടു. ഹുസൈമ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥിതി മെച്ചപ്പെട്ടു വന്ന് പഴയ സ്ഥിതിയിലേക്ക് മുതലാളിയായി മാറുകയാണ് ഹുസൈമ. ആരാ സഹായിച്ചത്? തന്റെ പേര് പറയാൻ ഇഷ്ടപ്പെടാതെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഗവർണറായിരുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമ തങ്ങൾ ആണ് തന്നെ സഹായിച്ചതെന്നറിയില്ല ഹുസൈമ എന്നവർക്ക്. അങ്ങനെ ഒരിക്കൽ ഹുസൈമ എന്നവർ ഖലീഫയെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഖലീഫയാണ് പറഞ്ഞത്, ഹുസൈമ, നമ്മൾ സുഹൃത്തുക്കളായിരുന്നുവല്ലോ, ആ സൗഹൃദം ഒന്ന് പുതുക്കാം. ഇന്നിപ്പോൾ ഇക്രിമയെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള ആ പ്രദേശത്തേക്ക് ഗവർണറായിട്ട് ഞാൻ നിങ്ങളെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഹുസൈമ, നിങ്ങൾ ഇക്രിമയുടെ സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണം. ഇക്രിമയുടെ സമ്പത്തിന്റെ കണക്ക് നിങ്ങൾ ചോദിക്കണം. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. ഇക്രിമ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ വേണ്ട ശിക്ഷ നിങ്ങൾ നടത്തിക്കോളൂ എന്ന ആഹ്വാനവുമായി കടന്നു ചെല്ലുന്നു ഹുസൈമ റളിയല്ലാഹു അൻഹു. ഹുസൈമ വരുന്നുവെന്ന് കേട്ടപ്പോഴേക്കും തന്റെ കൂട്ടുകാരനാണ്, താൻ സഹായിച്ചു, രക്ഷപ്പെടുത്തി, അല്ലാഹു സമ്പത്ത് കൊടുത്തു, പൂർവസ്ഥിതിയിലേക്ക് മാറിയ ഹുസൈമയെ സ്വീകരിക്കാൻ ആളുകളെ കൂടി വഴിയിൽ വന്ന് സ്വീകരിക്കാൻ എന്ന ഇക്രിമയെ എതിരേറ്റത് ഹുസൈമയുടെ ചോദ്യമാണ്. നിങ്ങളുടെ ഈ സ്ഥാനം എന്നെ ഏൽപ്പിച്ച ഖലീഫ നിങ്ങളോട് കണക്ക് ചോദിക്കുന്നുണ്ട്, കണക്ക് തരണം. കണക്ക് നോക്കുമ്പോ 4000 ദിർഹം പോയതിന് വഴിയില്ല. 4000 ദിർഹം എവിടെ പോയെന്നതിന് കണക്കില്ല. ഹുസൈമ പറഞ്ഞു, ഇക്രിമ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ 4000 ദിർഹം നിങ്ങൾ എന്ത് ചെയ്തു, ആർക്ക് കൊടുത്തു, കണക്കില്ലല്ലോ. ഇതിന്റെ പേരിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ഫസജനഹു, ജയിലിലടക്കപ്പെട്ടു. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്നവർ ആരാണോ ഈ 4000 ഹുസൈമക്കന്ന് കൊണ്ടുപോയി വീടിന്റെ പടിവാതിരിക്കൽ പാതിരാ നേരത്ത് കൊണ്ടുപോയി കൊടുത്തത്, അതേ ഭരണാധികാരി താൻ ചെയ്ത ഈ സഹായത്തിന് ചങ്ങലകളിൽ ബന്ധിതരായി ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ കിടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് സങ്കടമായി. തന്റെ ഭർത്താവ് ഒരു ഉപകാരം ചെയ്ത മഹാമനുഷ്യൻ, തന്റെ പേര് പോലും പറയാതെ ഉപകാരം ചെയ്ത മനുഷ്യൻ, അങ്ങനെ ഒരു ഉപകാരം സ്വീകരിച്ചയാൾ
തന്റെ ഭർത്താവിനെ പീഡിപ്പിക്കുകയാണോ ജയിലടക്കുകയാണോ ചെയ്യേണ്ടത്? സങ്കടം സഹിക്കാൻ വയ്യാതെ ഈ പെണ്ണ് തന്റെ ഭാര്യ ഒരടിമസ്ത്രീ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ഹുസൈമയെ പോയി പറഞ്ഞു കൊടുക്കണം. ആരാരുമില്ലാത്ത നേരത്ത്, ആരും കൂടെ ഇല്ലാത്ത നേരത്ത് ഞാൻ ഈ ചൊല്ലിത്തരുന്ന വാക്കുകൾ ഹുസൈമയെ പോയെന്ന് കേൾപ്പിക്കുമോ? ഞാൻ പറയാം. നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണോ? മുൻഖിദുൽ കിറാമി മിൻ ഗദരിൽ അയ്യാം, മുൻഖിദുൽ കിറാമി മിൻ ഗദരിൽ അയ്യാം. മാന്യന്മാരെ രക്ഷിക്കാൻ വേണ്ടി പണിയെടുത്ത ആളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ഒരു വാക്ക് നിങ്ങളൊന്ന് പോയി പറഞ്ഞാൽ ഹുസൈമക്ക് ബോധ്യം വരും. ബോധ്യം വന്നു ഹുസൈമ റളിയല്ലാഹു അൻഹുവിന്. മഅദല്ലാഹ്, പടച്ചവനെ 4000 ദിർഹം എന്റെ വാതിൽക്കൽ കൊണ്ടുവന്നെന്നെ സഹായിച്ച ആ മാന്യന്മാരെ രക്ഷിക്കാൻ വന്ന ആളെന്ന് പറഞ്ഞത് ഇക്രിമയായിരുന്നോ? ആ ഇക്രിമയോടാണോ ഞാൻ ഈ കടും പാപം ചെയ്തത്? അറിഞ്ഞില്ല, പറ്റിപ്പോയി, അല്ലാഹുവേ മാപ്പ് തരണേ എന്ന് പറഞ്ഞ് നേരെ ഓടിച്ചെല്ലുന്നത് കാരാഗൃഹത്തിൽ കഴിയുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക്. ഇക്രിമ, എന്നോട് പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ, നിങ്ങളെ ഞാൻ സ്വന്തരാക്കുകയാണ് ഇക്രിമ, നിങ്ങൾ എന്നോട് മാപ്പ് തരണം. ഇക്രിമ ചോദിച്ചു, എന്തു പറ്റി? ഈ ഇക്രിമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാനായിരുന്നു നിങ്ങളെ സഹായിച്ചെന്ന്. ഭാര്യ പറഞ്ഞയച്ചതാ ഒരാള് മുഖാന്തിരം. മഹാനായ ഹുസൈമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇക്രിമ, മാന്യന്മാര് ചെയ്യുന്ന മാന്യതയോട്, മുൻഖിദുൽ കിറാമി മിൻ ഗദരിൽ അയ്യാം, പാവപ്പെട്ടവരെ മാന്യന്മാരെ കൈപിടിച്ചുയർത്തി രക്ഷപ്പെടുത്താൻ വന്ന നിങ്ങളോട് ഞാനിത് ചെയ്തത് ശരിയായില്ലല്ലോ ഇക്രിമ, നിങ്ങൾ എഴുന്നേൽക്കിൻ. ഈ കാരാഗൃഹത്തിൽ നിങ്ങൾ കിടന്ന അത്രയും കാലം ഞാൻ കിടക്കാൻ പോവാൻ, ഞാനിത് കിടക്കാതെ പോകില്ല. രണ്ടുപേരും പരസ്പരം പറയാ. ഇക്രിമ ചോദിച്ചു, എന്തിന്? നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്തെന്നു, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചു, നിങ്ങൾ എന്തിന് എനിക്ക് പകരം നിങ്ങൾ ജയിലിൽ കിടക്കണം? നിങ്ങൾ ഭരണാധികാരിയാണ്. അല്ലല്ല, നിങ്ങൾ വേദനിച്ച വേദന എത്ര ദിവസമാണോ അതത്രയും അനുഭവിക്കാതെ ഞാൻ ഇവിടുന്ന് പോരില്ലെന്ന് ഭരണാധികാരി പറഞ്ഞപ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളത് ചെയ്തേക്കരുതേ, നിങ്ങളത് ചെയ്തേക്കരുതേ. അത് ചെയ്യുന്ന പക്ഷം നിങ്ങളോടൊപ്പം ഞാനും കിടക്കും ഇവിടെ ജയിലിൽ. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ആർദ്രതയുടെ നീരൊഴുക്കിയപ്പോഴാണ് രണ്ടുപേരും ജയിലിൽ നിന്ന് കടന്നു വന്ന് ഹുസൈമ റളിയല്ലാഹു തആല അൻഹു തന്റെ സുഹൃത്തിനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പോകല്ലേ, തൊലി നിറം മഞ്ഞ വെച്ചിട്ടുണ്ട്, കണ്ണുകളിൽ ക്ഷീണമുണ്ട്, ശരീരം ശോഷിച്ചിട്ടുണ്ട്, എന്റെ കൂടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് സുഖം പ്രാപിച്ചതിന്റെ ശേഷം മാത്രം അങ്ങ് വീട്ടിൽ പോയാൽ മതിയെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനോട് ഹുസൈമ റളിയല്ലാഹു അൻഹു. എന്തൊരു മനോഹരം! താൻ ഉപകാരം ചെയ്തത് ആരാണെന്ന് പറഞ്ഞു കൊടുത്തില്ല. ആ ഉപകാരത്തിന്റെ പേരിൽ ഒരു കാരാഗ്രഹം. ഈ ലോകത്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ചിത്രമാണിത്. ഹുസൈമതങ്ങളും ഇക്രിമതങ്ങളും അറിയാതെയായത് സംഭവിച്ചത്. ഇന്ന് ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമായി മാറുന്ന എത്രയോ കഥകളുണ്ട്. മുഅ്മിനെ, സത്യവിശ്വാസികളെ അല്ലാഹുവിനെ വിചാരിച്ചു പറയാണേ, ഉപകാരം ചെയ്ത ഒരു മനുഷ്യന് തിരിച്ചൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉപദ്രവം ചെയ്യല്ലേ, ഉപദ്രവം ചെയ്യല്ലേ. ഉപകാരം ചെയ്യുന്ന മുഴുവനാളും ഞാൻ ഈ ചെയ്യുന്ന ഉപകാരം فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. സൂറത്തുൽ കഹ്ഫിന്റെ ഈ ആയത്തിന്റെ അവസാനത്തെ ഈ ആയത്തിൽ ഏതൊരു ഇഖ്ലാസിനെ കുറിച്ചാണോ പറയുന്നത്? ഞാൻ ചെയ്യുന്ന അമലിന്റെ കൂലി ആര് തരണം? അല്ലാഹു ജല്ല ജലാലു. തന്റെ കൂട്ടുകാരനെ സഹായിച്ചത്, കുടുംബത്തെ സഹായിച്ചത്, ഒരു കുട്ടിയുടെ കല്യാണത്തിന് സഹായം ചെയ്തു കൊടുത്തത്, ഇതിന്റെ കൂലി ഒരു ചിരി എനിക്ക് വേണ്ട, അവരുടെ ഒരു സഹായം എനിക്ക് വേണ്ട. നമ്മളൊരു ഉപകാരം ചെയ്തു, ഒരു കല്യാണത്തിന് സഹായിച്ചു, ആ കല്യാണം നടക്കുന്ന അന്ന് അവര് നമുക്ക് ക്ഷണം തന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനോഗതി? ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഞാൻ ചെയ്യുന്ന സേവനത്തിന്റെ പ്രതിഫലം അല്ലാഹു തന്നാൽ മതി എന്ന് ചിന്തിച്ച് സേവനം ചെയ്യുന്നവരാണ് സത്യവിശ്വാസികളായ വോളണ്ടിയർമാർ. കൂലി ആര് തരണം? അല്ലാഹു ജല്ല ജലാല്. ദുനിയാവിൽ കിട്ടിയേക്കും കിട്ടിയില്ല എന്ന് വരും,
ആളുകൾക്ക് നമ്മുടെ കൈ നിറച്ചു തരാൻ പറ്റൂ? ഇല്ല. ഒരാൾക്കും ഒരാളെയും ആവശ്യമാം വിധം സഹായിക്കാൻ കഴിയുകയുമില്ല. പ്രതിഫലം അള്ളാഹുവിനെ പ്രതീക്ഷിച്ചോളി മുഅ്മിനെ, അള്ളാഹുവിന് കൂലി തരണമെന്ന് പ്രതീക്ഷിച്ചോളി. ഇക്രിമ റളിയല്ലാഹു അൻഹു തങ്ങളാ ചെയ്ത മഹാസേവനം ആരോടും പറയാതെ യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്ത ആ ഒരു പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും പകരം കൊടുക്കാനില്ല.